ഈണൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകിട്ടൊന്ന് ചെറുതായിട്ട് മയങ്ങാൻ വേണ്ടി കിടന്നെയാണ് ഗൈസ്. എണീച്ചപ്പത്തേ ഞാൻ നോക്കിയപ്പോ ഷിൻചാനാണ് കിടന്ന് ഉറങ്ങണ് ഗൈസ്. ഷിൻചാനാണ് ഭയങ്കര ഉറക്കം, പുറത്തേക്ക് നോക്കി ഭയങ്കര ഇരുട്ട് ഗൈസ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇന്നലെ വൈകിട്ട് കിടന്നിട്ട് രാത്രി 12 മണിയായപ്പോഴാണ് ഗൈസ് എണീച്ചത്. പിന്നെയും പോയി കിടക്കാൻ ഗൈസ്, അല്ലാതെ ഇപ്പൊ എണീച്ചെടുത്തിട്ട് കാര്യമൊന്നുമില്ല. നാളെയാണ് കല്യാണം. അപ്പൊ ഷിൻചാനെ വിളിച്ച് എണീപ്പിക്കാനുള്ള അവന്റെ ഉറക്കം കളയണ്ടല്ലോ ഗൈസ്. അപ്പൊ ഞാൻ പോയിന്ന് കിടക്കട്ടെ, കിടന്നിട്ട് രാവിലെ നമുക്ക് എണീക്കാം. The next day. ഗൈസ്, അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. നമ്മുടെ കല്യാണത്തിന്റെ ഡ്രസ്സായ നമ്മുടെ ബ്ലാക്ക് ആൻഡ് ജീൻസ്, നമ്മുടെ ബ്ലൂ ജീൻസും ഇട്ട് ഞാൻ റെഡിയായി കുളിച്ചൊക്കെ വന്നപ്പോ ഷിൻചാനാണെങ്കിൽ നമ്മുടെ കല്യാണ ചെറുക്കൻ കിടന്ന് ഉറങ്ങണ് ഗൈസ്. എടാ ഷിൻചാനെ എണീക്കടാ, എടാ ഷിൻചാനെ എണീച്ചടാ. നീ എന്താണ് ഫ്രാങ്ക്ലിനെ എന്നെ ഉറക്കാൻ സമ്മതിക്കത്തില്ല? ഈ രാവിലെ തന്നെ ഇങ്ങനെ വിളിച്ച് എണീപ്പിക്കല ഫ്രാങ്ക്ലിനെ. രാവിലെ വിളിച്ച് എണീപ്പിക്കലേന്നാ? എടാ നിന്റെ കല്യാണാടാ പൊട്ടയിന്ന്. ആര് വിളിച്ച് എണീപ്പിക്കലേന്നാ? നീ പിന്നെ കിടന്നു ഇങ്ങനെ കല്യാണത്തിന് ആര് പോവും? എന്റെ കല്യാണോ ഇന്നോ? ഓ, ഇന്ന് എന്റെ കല്യാണമായിരുന്നല്ലോ, ഞാൻ ആ കാര്യം മറന്നുപോയി. ഫ്രാങ്ക്ലിനെ മാറി ഇന്ന് ഞാൻ പോയി ഡ്രസ്സൊക്കെ ഇടട്ട ഫ്രാങ്ക്ലിനെ. എന്റെ ഡ്രസ് എന്റെ കല്യാണമാണല്ലോ കൈസ്. ഇന്ന് ഞാനിതിന്റെ പൊക്കത്തേക്ക് ഓടിപ്പോണത്, ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാൻ പോയി ഡ്രസ് ഇടട്ടെ കൈസ്, ഡ്രസ് ഇടട്ടെ കൈസ്. ഞാനാണ് രാത്രി കുളിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങിയത്. അപ്പൊ പിന്നെ കുളിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും കുളിച്ചേക്കാലേ, കുളിച്ച് ഡ്രസ് ഇടാം, അതാണ് നല്ലത്. കല്യാണത്തിന്, സ്വന്തം കല്യാണത്തിന് കുളിക്കാതെ പോണെന്ന് അത് ഇച്ചിരി മോശമല്ല ഗൈസ്. ഞാൻ കുളിക്കട്ടെ. അപ്പോ ഗൈസ്, ഞാൻ പുതിയ ഡ്രസ്, പുതിയ ബനിയനും പുതിയ നിക്കറും പുതിയ ഷൂ ഒക്കെ ഇട്ട ഗൈസ്. ഇതാണ് എന്റെ കല്യാണത്തിന്റെ ഡ്രസ്. അപ്പൊ ഇച്ചിരി വെറൈറ്റി ഡ്രസ് അല്ലേ ഗൈസ് ഇത്? അത് എനിക്ക് മറ്റേ നമ്മുടെ ഡോറിമോനും മറ്റേ ഇവരും മോട്ടുമാവനൊക്കെ മേടിക്കാൻ പോയപ്പോ മേടിച്ചു കൊണ്ടുവന്ന ഡ്രസ്സാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ട്. അപ്പൊ നമുക്ക് നേരെ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോവാം ഗൈസ്. എന്റെ കല്യാണമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഷിൻചാനാണ് ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൊ ഷിൻചാൻ നല്ല രസമുണ്ടല്ലോ നിന്നെ കാണാൻ പുതിയ ഡ്രസ്സില്. നല്ല രസമില്ലേ? എനിക്ക് തോന്നിയായിരുന്നു ഈ ഡ്രസ് ഇട്ടപ്പോ എന്നെ കാണാൻ ഒരു ചുള്ളൻ പയ്യനെ പോലെ എനിക്ക് തോന്നിയായിരുന്നു. ചുള്ളൻ പയ്യനെ പോലെ ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലടാ, രസമുണ്ട് കാണാൻ. ചുള്ളൻ എന്ന് പറയാൻ പറ്റുന്നില്ല, നീ ഇപ്പഴും കുഞ്ഞു പയ്യനല്ലേ, പിന്നെ എന്താ ചുള്ളൻ? അപ്പൊ നീ വാ, നമുക്ക് പൊക്കത്തേക്ക് പോവാം. നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ കല്യാണ പരിപാടിക്ക് പോകാടാ, ലേറ്റ് ആവണ്ട. നീ ഓടി പാടത്ത് എന്താടാ? ഗൈസ്, നമുക്കൊന്ന് മോട്ടുമാമന്ന് വിളിച്ചു നോക്കാം. അവര് പെണ്ണിന്റെ വീട്ടുകാർ ഇറങ്ങിയോന്ന് വിളിച്ചു നോക്കട്ടെ ഗൈസ് ഞാനെന്ന്. ഹലോ മോട്ടുമാമ, നിങ്ങൾ ഇറങ്ങിയോ അവിടെ നിന്ന്? ആ മോനെ, ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളും പെണ്ണിന്റെ ആൾക്കാരൊക്കെ ആയിട്ട് ഇറങ്ങി. നിന്നോട് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, പെണ്ണിന്റെ അച്ഛനും അമ്മയൊന്നും ഇല്ല, ഞാനാണ് പരിപാടിയൊക്കെ നോക്കി നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിടാ മോനെ. അപ്പൊ നിങ്ങളെ എന്റെ എപ്പ എത്തും? ഞങ്ങളിപ്പോ എത്തും. ഞങ്ങളിപ്പോ എത്തും. ഞങ്ങൾ വെക്കെന്നെത്തും മാമ, ഞങ്ങളിപ്പോ എത്തും. എടാ ഷിൻചാനെ, വാ വാ വാ, വെക്ക സമയമില്ല, വെക്കെന്ന് വാ, നമുക്ക് വെക്കെന്ന് അങ്ങോട്ട് പോവാനുള്ളതാണ്. ഷിൻചാനെ, മറ്റേ നമ്മുടെ ഇവനോടൊക്കെ പറഞ്ഞായിരുന്നു, നമ്മുടെ ചോട്ടാ ഭീമെന്ന് നമ്മുടെ ഡോറിമോനോടൊക്കെ പറഞ്ഞായിരുന്നു. ഡോറിമോൻ നൊബിതരൊക്കെ പറഞ്ഞായിരുന്നോ? അവന്മാരോട് പറഞ്ഞു, അവന്മാര് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയേക്കാന്നാ പറഞ്ഞത്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കല്യാണ മണ്ഡപം എന്നൊക്കെ, ഈ ചെറിയ പയ്യനൊക്കെ കല്യാണ മണ്ഡപം എന്നൊക്കെ പറയണത് ഗൈസ്. അപ്പൊ നമ്മൾ ഏത് വണ്ടിക്ക് പോകുമെന്ന് ഞാൻ ഇന്നലെ ആലോചിച്ചായിരുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ബുഗാട്ടിക്ക് പോണോ നമ്മുടെ ഈ വണ്ടിക്ക് പോണോന്ന് ആലോചിച്ചായിരുന്നു. അപ്പൊ എന്റെ മനസ്സിലൊരു ഐഡിയ വന്നായിരുന്നു, നമുക്ക് ഇതിന് വേണ്ടി ഒരു പുതിയൊരു വണ്ടി ഇറക്കിയാലോ ഗൈസ്, നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി. അപ്പൊ ഷിൻചാനെ, എടാ നമുക്ക് ഈ കല്യാണ പരിപാടിക്ക് വേണ്ടി പുതിയൊരു വണ്ടിയിൽ പോയാലോ? അത് നല്ല ഐഡിയ ആയിരിക്കും. പുതിയ വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിച്ച് പോവാം ഗൈസ്. അത് ശരിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് പുതിയ വണ്ടി വിളിച്ചാലോ ഗൈസ്? 1 2 3 ഗൈസ്, ഇതാണ് ആ വണ്ടി, നമ്മൾ കല്യാണത്തിന് വേണ്ടി എടുത്ത വണ്ടി. ഷിൻചാനാണ് ചാടി വണ്ടിക്കകത്ത് കയറി ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഈ വണ്ടി കൊണ്ട് നേരെ നമ്മുടെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാം. വണ്ടി എങ്ങനെയുണ്ട് ഗൈസ്? ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ വണ്ടി നിങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടോ? ഒന്നിൽ നിന്ന് 10 എത്ര മാർക്കാണ് നിങ്ങൾ ഗൈസ് ഈ വണ്ടി കൊടുക്കുന്നത്? 10 എത്ര മാർക്കാണ് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റിൽ, ഈ വണ്ടി നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേരും അടിച്ചു തരുന്നതാണ് ഗൈസ്. അപ്പൊ നമ്മളങ്ങനെ കല്യാണ മണ്ഡപത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കല്യാണ മണ്ഡപം ഗൈസ്. ഇതാണ് നമ്മുടെ സിറ്റിയിലെ ഏറ്റവും ലക്ഷറി കല്യാണ മണ്ഡപം. ഇത് തുറക്കട്ടെ, ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് ഗൈസ്. ഈ ലൈറ്റ് കണ്ട ഗൈസ്, ലൈറ്റും പൂവൊക്കെ കണ്ട ഗൈസ്. നമ്മുടെ കല്യാണത്തിന് വേണ്ടി സെറ്റ് ചെയ്തേക്കാണ് ഗൈസ് ഇതെല്ലാം. അപ്പൊ ഈ ലൈറ്റ് ഒക്കെ എന്ന് രാത്രി ആയാലാണ് ഗൈസ് ലൈറ്റിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. രാവിലെ ആയതുകൊണ്ടാണെന്നും അറിയാൻ പാടില്ലാത്തത്. നമുക്ക് വണ്ടി ഇവിടെ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ നോക്കാം ഗൈസ്.
നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോവാം ഗൈസ്. എടാ ഷിൻജാനെ വാടാ. അവന് ഇറങ്ങണില്ല ഗൈസ് വണ്ടി. അതെ ഞാൻ ഇറങ്ങണം. എടാ ഷിൻജാനെ നിനക്ക് എന്തെങ്കിലും നാണോ എന്തെങ്കിലും ഉണ്ടോ? എന്തിനു നാണം? എനിക്കൊരു നാണോ ഇല്ല. ഫുൾ കോൺഫിഡന്റ് ആണ് ഞാൻ. ഗൈസ് ആ ഫുൾ കോൺഫിഡൻസിലാണ് ഗൈസ് നിക്കണത്. അവന് ഒരു പേടിയോ ഒന്നുമില്ല. ശരിക്കും നമ്മുടെ കല്യാണത്തിന്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും ഗൈസ്. ഇവനൊരു പേടിയില്ല ഗൈസ്. ഇതേ പുറകിലൊക്കെ ഏതോ വണ്ടിയൊക്കെ വന്ന് നിർത്തണുണ്ട്. എനിക്കോടെ കല്യാണത്തിന് വന്ന് ആക്കാരാൻ തോന്നുന്നു. നമ്മുടെ പെണ്ണിന്റെ വീട്ടുകാർ സ്വന്തക്കാരാൻ തോന്നുന്നു. നമ്മുടെ സ്വന്തക്കാർ കുറച്ച് പേരേ ഉള്ളൂ. നമ്മുടെ ഈ ഡോറിമോനും നൊബിത്തെ അവരൊക്കെ ഉള്ളു ഗൈസ്. അപ്പൊ അവരൊക്കെ അകത്ത് കാണും. ഷിൻജാൻ പയ്യെ കുണുങ്ങി നടന്ന് വന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് കേറാം ഗൈസ്. പെണ്ണിതുവരെ വന്നില്ലല്ലോ. എന്താണ് വരാന്നും പറഞ്ഞ് ബ്യൂട്ടി പാർലറിൽ പോയ പെണ്ണ എന്റെ എവിടെ പോയി? ഞാൻ വിളിച്ചു നോക്കട്ടെ അവളാ. ഹലോ മോളെ എവിടെയാണ്? മോളോ? മോളല്ല. നിങ്ങളുടെ മോൾ എന്റെ കസ്റ്റഡിയിലാണ്. വിട്ട് കിട്ടണമെങ്കിൽ ഞങ്ങൾ പറയണ പൈസ തന്നെ. ഞങ്ങൾ പറയുന്ന പൈസ എന്നാൽ 10 കോടി രൂപ തന്നില്ലെങ്കിൽ നിങ്ങളുടെ മോളെ ഞങ്ങൾ കൊന്നു കളയും. 10 കോടി രൂപയോ? ഞങ്ങളുടെ മോളെ കൊന്നളയാൻ അവൾ എന്ത് തെറ്റാണ് ചേട്ടാ ചെയ്തത്? ഞങ്ങളുടെ മോളുടെ കല്യാണമാണ് ഇന്ന്. പയ്യനാണെങ്കി ഇപ്പൊ വരും. എന്തിനാണ് ചേട്ടാ ഇങ്ങനെ അങ്ങോട്ട് ചതി ചെയ്യണത്? ഞങ്ങളുടെ മോളെ വെറുതെ വിടിച്ചേട്ടാ. മോളെ വെറുതെ വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. പൈസ തന്നില്ലെങ്കിൽ അവളെ ഞങ്ങൾ കൊന്നു കളയും. അപ്പോ ശരി. എന്റെ മോളെ പൊന്ന് കളയുമെന്നാണ് മിസ് പറഞ്ഞേക്കുന്നത്. 10 കോടി രൂപ തന്നില്ലെങ്കിൽ ഇന്ന് ഷിൻജാനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച പെണ്ണാണ്. എന്ത് ചെയ്യും? ഫ്രാങ്ക്ലിൻ ഷിൻജാനെങ്കിൽ ഇപ്പൊ വരൂന്നാണ് പറഞ്ഞത്. നമ്മൾ ദേ പള്ളിയിലച്ഛനോട് പറയാം. പള്ളിയിലച്ഛനോട് വേണ്ട, നമ്മുടെ ട്രെവർ ഉണ്ടല്ലോ, ട്രെവറിനോട് പറഞ്ഞു നോക്കാം. ട്രെവർ എന്തെങ്കിലും സഹായം ചെയ്യും. ട്രെവറെ നമ്മുടെ മോളാണ് തട്ടിക്കൊണ്ടുപോയി. ട്രെവറെ തട്ടിക്കൊണ്ടുപോയി. ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവണ്ട. ഡീറ്റെയിൽസ് ഒന്നുമില്ല ട്രെവർ മോനെ. ഡീറ്റെയിൽസ് ഒന്നുമില്ല. അവൻ എന്റെ മോളുടെ നമ്പർ ഞാൻ വിളിച്ചപ്പോഴാണ് ട്രെവറെ അത് കണ്ടത്. അവന് തട്ടിക്കൊണ്ടുപോയെന്നും അവളെ വിട്ടേട്ട് 10 കോടി രൂപ തന്നോന്നും. 10 കോടി രൂപയോ? അതിന് 10 കോടി രൂപ തട്ടിക്കൊണ്ടുപോയിട്ട് അവന്മാർ ചോദിക്കണമെങ്കിൽ നമ്മുടെ ഭാഗം തെറ്റൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ 10 കോടി രൂപ ചോദിക്കണത്? അയ്യോ തട്ടിക്കൊണ്ടു പോയാ നമ്മുടെ പെണ്ണിനെ. അയ്യോ ഇനി എന്ത് ചെയ്യും? ഷിൻജാനാണെങ്കി ഇപ്പൊ കല്യാണത്തിന് വരുമല്ലോ. അവനാണിത് കേൾക്കും. ഭയങ്കര സങ്കടത്തിലാവും. എന്ത് ചെയ്യും? ഫ്രാങ്ക്ലിന് എന്റെ മണ്ഡപം കാണാൻ എന്തൊരു ഭംഗി. എന്തൊരു ഭംഗി എന്റെ മണ്ഡപം കാണാൻ എന്റെ ഓമനാളെ. നല്ല രസോട്ട്. ആൾക്കാരെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കണത്? ആൾക്കാരിങ്ങനെ മരിച്ചു വീട്ടിരിക്കണ പോലെയൊക്കെ ഇരിക്കണ. എന്റെ കല്യാണല്ലേ, എൻജോയ് ചെയ്യാൻ പറയട്ടെ ഇവരോട്. എല്ലാരും എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കണ? വടി വിരിഞ്ഞത് പോലെ. എല്ലാരും എൻജോയ് ചെയ്യ്, ചില്ല് ചെയ്യ്. ആ പട്ടിലു നീ എന്താണ് ഇങ്ങനെ ഇരിക്കണ? വടി വിരിഞ്ഞത് പോലെ ചില്ല് ചെയ്യടാ. എടാ ഷിൻജാനെ ഒരു കാര്യം പറയാനുണ്ടോ? നീ അത് കേട്ട സങ്കടപ്പെടരുത്. എന്ത് സങ്കടപ്പെടാൻ? എടാ സങ്കടപ്പെടാനോ? എടാ സങ്കടം എന്ന കാര്യം എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. എടാ അങ്ങനെയാണെങ്കിൽ എടാ നീ ട്രെവർ അണ്ണനോട് ചോദിക്കേ. ട്രെവർ അണ്ണൻ പറഞ്ഞു തരൂടാ കാര്യം. ട്രെവർ അണ്ണനോടോ? ട്രെവർ അണ്ണ എന്താ കാര്യം? ട്രെവർ അണ്ണ ഞാൻ എന്തോ കാര്യം അവര് പറഞ്ഞു. ട്രെവർ അണ്ണനോട് ചോദിക്കാൻ സങ്കടപ്പെടരുതെന്ന് പറഞ്ഞു. എന്താ കാര്യം? എന്താ കാര്യം? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണ പെണ്ണിനാ. ആ കല്യാണ പെണ്ണിനാ? എന്റെ കല്യാണ പെണ്ണിനെ എന്ത് പറ്റി? കല്യാണ പെണ്ണിനാ ആരും തട്ടിക്കൊണ്ടുപോടാ. തട്ടിക്കൊണ്ടുപോയെന്നാ? അയ്യോ എന്റെ കല്യാണം മുടങ്ങി. അയ്യോ എന്റെ കല്യാണം മുടങ്ങി. ഞാനിവിടെ ചാടിച്ചാവേ. അയ്യോ എന്റെ കല്യാണം മുടങ്ങി. എടാ സത്യമാണോ ഇത്? പള്ളിയിലച്ച സത്യമാണോ ഇത്? പള്ളിയിലച്ച എടാ സത്യമാടാ. എടാ ഇത് കേട്ടിട്ട് നമ്മുടെ മോട്ടുവാണെങ്കിൽ എവിടെയോ പോയേക്കുവാടാ പെണ്ണിനെ അന്വേഷിച്ച്. അയ്യോ ഫ്രാങ്ക്ലിൻ ഇനി എന്ത് ചെയ്യും? ഫ്രാങ്ക്ലിനെ അയ്യോ ഫ്രാങ്ക്ലിനെ എന്ത് ചെയ്യും? ഫ്രാങ്ക്ലിനെ എന്റെ പെണ്ണ് പോയി. ഫ്രാങ്ക്ലിനെ എന്റെ പെണ്ണ് പോയി. അയ്യോ പെണ്ണ് ഒളിച്ചോടിപ്പോയേ. അയ്യോ എന്റെ പെണ്ണ് ഒളിച്ചോടിപ്പോയേ. അയ്യോ ഗൈസ് ഷിൻജാന്റെ ഒച്ചയല്ലേ ഗൈസ് കേൾക്കണത്? പെണ്ണ് ഒളിച്ചോടി പോയെന്നൊക്കെ പറയണ്ടല്ലോ. ഇവരെന്ത് പറ്റി? ഉറക്കപ്പിച്ചല്ലാണ്. എടാ ഷിൻജാനെ അയ്യോ എന്റെ പെണ്ണ് ഒളിച്ചോടിപ്പോയേ. അയ്യോ ഗൈസ് പെണ്ണ് ഒളിച്ചോടി പോയെന്നാ? ഇവന്ത് ഉറക്കപ്പിച്ചിട്ട് എന്തൊക്കെയാ പറയണത്? എടാ എണീച്ചടാ. അയ്യോ എന്റെ പെണ്ണ് പോയേ. അയ്യോ നമ്മളിത് എവിടെ നിക്കണത്? ഇതെങ്ങനെ വീടെത്തി? അയ്യോ കല്യാണ മണ്ഡപത്തിലാ. എന്താടാ നിനക്ക് എന്ത് പറ്റി? അല്ല കല്യാണം എപ്പോ കഴിഞ്ഞു? കല്യാണം? ആടെ കല്യാണം? എന്റെ കല്യാണം ഒന്നും ആയിട്ടില്ലല്ലോ. അതല്ല എന്റെ കല്യാണം. നിന്റെ കല്യാണം? LKG പഠിക്കണ നിനക്ക് കല്യാണോ? അല്ല എന്റെ കല്യാണം സ്വപ്നമായിരുന്നു ഗൈസ്. സ്വപ്നമായിരുന്നു ഗൈസ്. അയ്യോ ഞാൻ എന്റെ കല്യാണമൊക്കെ ആയെന്ന് ഓർത്തിരിക്കുവായിരുന്നു ഗൈസ്.
പക്ഷെ എന്നാലും ഈ മൊട്ടപ്പയ്യൻ ഞാൻ കല്യാണം കഴിക്കല് തെറ്റല്ലേ ഈ ചെറിയ പ്രായത്തിൽ? ശരിയാണല്ലോ. എന്തൊരു സ്വപ്നമായിരുന്നു ഗൈസ്. അവസാനം ഞാൻ വിചാരിച്ച് സ്റ്റണ്ടൊക്കെ ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ ഈ ഫ്രാങ്ക്ലിൻ വന്ന് വിളിച്ചോണ്ടാ എണീച്ചത്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച അടിപൊളി സ്റ്റണ്ടൊക്കെ ഉണ്ടായി. പെണ്ണിനൊക്കെ കണ്ടുപിടിച്ച് വന്നിട്ട് ഒരു ആക്ഷൻ സൂപ്പർ ഹീറോനെ പോലെ ഞാൻ കല്യാണം കഴിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ഗൈസ്. നടന്നില്ല. കുളമായിപ്പോയി ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പോരാത്തതിന് നിങ്ങൾ ബെല്ലൈക്കൺ